Hello dear code learners, welcome to my YouTube channel Code Learner. ലാസ്റ്റ് വീഡിയോയിൽ നമ്മുടെ ജാവ പ്രോഗ്രാമിങ്ങിനകത്ത് എങ്ങനെ ഒരു ക്ലാസ് ക്രിയേറ്റ് ചെയ്യാം, ആ ക്ലാസ് യൂസ് ചെയ്തിട്ട് എങ്ങനെ ഒരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യാം, ദെൻ അത് യൂസ് ചെയ്തിട്ട് എങ്ങനെ പ്രോഗ്രാം ചെയ്യാമെന്നുള്ളതൊക്കെയാണ് ലാസ്റ്റ് വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത്. അതായത് ക്ലാസിൻ്റെയും ഒബ്ജക്റ്റിൻ്റെയും ഒരു ഫണ്ടമെൻ്റൽ കൺസെപ്റ്റാണ് ലാസ്റ്റ് വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഈ വീഡിയോയിൽ കുറച്ചും കൂടി അഡ്വാൻസ്ഡ് ലെവലിൽ നമുക്കൊന്ന് പ്രോഗ്രാം ചെയ്ത് നോക്കാം. അതായത് ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഒരു കൺസ്ട്രക്ടർ എന്താണെന്നുള്ളതാണ്. അതായത് ഒരു കൺസ്ട്രക്ടർ എന്ന് പറഞ്ഞാൽ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന മെത്തേഡാണ് കൺസ്ട്രക്ടർ. അപ്പോൾ അത് എങ്ങനെ ഒരു കൺസ്ട്രക്ടർ ക്രിയേറ്റ് ചെയ്യാം എന്നുള്ളത് ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യും. അതുപോലെ തന്നെ ദീസ് കീവേഡ്, ഇത് ജാവയിൽ യൂസ് ചെയ്യുന്ന ഒരു സ്പെഷ്യൽ കീവേഡാണ് ദീസ് കീവേഡ്. അതെന്താണെന്നുള്ളത് നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. അതിൻ്റെ ഡെഫിനേഷനും അതെങ്ങനെ യൂസ് ചെയ്യാം എന്നുള്ളതും ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യും. ദെൻ മെത്തേഡ് ഓവർലോഡിങ് എന്താണെന്നുള്ളത്, അതായത് പോളിമോർഫിസം എന്നുള്ളൊരു കൺസെപ്റ്റിൻ്റെ വേറൊരു ഐഡിയ ആണ്. അപ്പോൾ പോളിമോർഫിസം അല്ലെങ്കിൽ മെത്തേഡ് ഓവർലോഡിങ് ജാവ പ്രോഗ്രാമിനകത്ത് എങ്ങനെ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നുള്ളത് നമ്മൾ ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അതുപോലെ ഒബ്ജക്റ്റ് ആസ് പാരാമീറ്റേഴ്സ്, അതായത് ഒരു ഫംഗ്ഷൻ കോൾ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ മെത്തേഡ് കോൾ ചെയ്യുമ്പോൾ ഒരു ഒബ്ജക്റ്റിനെ ആർഗ്യുമെൻ്റ് ആയിട്ട് അല്ലെങ്കിൽ പാരാമീറ്റർ ആയിട്ട് എങ്ങനെ പാസ് ചെയ്യുന്നുള്ളത് ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യും. അതുപോലെ കുറച്ച് സാമ്പിൾ എക്സാമ്പിൾസ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. സോ വാട്ട് ഈസ് എ കൺസ്ട്രക്ടർ? എ കൺസ്ട്രക്ടർ ഹെൽപ്പ് ടു ഇനീഷ്യലൈസ് ആൻ ഒബ്ജക്റ്റ് ഇമ്മീഡിയറ്റ്ലി അപ്പോൺ ക്രിയേഷൻ. ഞാൻ നേരത്തെ പറഞ്ഞു, ഒരു കൺസ്ട്രക്ടർ ഒരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുക. കൺസ്ട്രക്ടർ എന്ന് പറഞ്ഞാൽ ആക്ച്വലി ഒരു മെത്തേഡാണ് അല്ലെങ്കിൽ ഒരു ഫംഗ്ഷനാണ്, ക്ലാസ്സിനുള്ളിൽ എഴുതുന്ന ഒരു ഫംഗ്ഷനാണ്. ഈ കൺസ്ട്രക്ടർ യൂസ് ചെയ്തിട്ടാണ് ഒബ്ജക്റ്റിനെ ഇനീഷ്യലൈസ് ചെയ്യുക. അതായത് കൺസ്ട്രക്ടർ ആ വേർഡിനകത്ത് തന്നെ ഉണ്ട്, ഒരു ഒബ്ജക്റ്റിനെ കൺസ്ട്രക്ട് ചെയ്യാനും വേണ്ടി യൂസ് ചെയ്യുന്ന ഫംഗ്ഷൻ അല്ലെങ്കിൽ മെത്തേഡാണ് കൺസ്ട്രക്ടർ. അത് ക്ലാസ്സിൻ്റെ ഉള്ളിലാണ് ആ ഒരു മെത്തേഡ് നോർമലി എഴുതുക. അപ്പോൾ ഒരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് എക്സിക്യൂട്ട് ചെയ്യുന്ന മെത്തേഡാണ് കൺസ്ട്രക്ടർ. അല്ലെങ്കിൽ ഒബ്ജക്റ്റിനെ ഇനീഷ്യലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും വാല്യൂ വെച്ച് ഇനീഷ്യലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കൺസ്ട്രക്ടർ നോർമലി യൂസ് ചെയ്യുക. ഇതിനൊരു പ്രത്യേകത ഉണ്ട് കൺസ്ട്രക്ടറിന്. അതായത് നിങ്ങൾ ക്ലാസ്സിൻ്റെ ഉള്ളിലാണ് കൺസ്ട്രക്ടർ എഴുതാമെന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ ആ ക്ലാസ്സിനുള്ളിൽ നിങ്ങൾ കൺസ്ട്രക്ടർ എഴുതുകയാണെങ്കിൽ ക്ലാസ്സിൻ്റെ അതേ പേരിൽ തന്നെ ആയിരിക്കണം ഈ മെത്തേഡ് അല്ലെങ്കിൽ കൺസ്ട്രക്ടറിൻ്റെ നെയിം. ഇപ്പോൾ ഒരു ക്ലാസ്സിൻ്റെ അതേ പേരിൽ ഒരു മെത്തേഡ് എഴുതുകയാണെങ്കിൽ അതിനെ കൺസ്ട്രക്ടർ എന്ന് പറയാൻ പറ്റും. അതെങ്ങനെയാണ് എഴുതാമെന്നുള്ളത് നമുക്ക് അടുത്ത സ്ലൈഡിനകത്ത് എക്സ്പ്ലെയിൻ ചെയ്യാം. Constructor is a special method inside the class. Constructor has the same name as the class name in which it resides. അത് ക്ലാസ്സിൻ്റെ അതേ പേരിൽ തന്നെ ആ ഒരു ഫംഗ്ഷന് എഴുതണം. വൺസ് ഡിഫൈൻഡ് ദി കൺസ്ട്രക്ടർ ഈസ് ഓട്ടോമാറ്റിക്കലി കോൾഡ് ഇമ്മീഡിയറ്റ്ലി ആഫ്റ്റർ ദി ഒബ്ജക്റ്റ് ഈസ് ക്രിയേറ്റഡ്. അപ്പോൾ നിങ്ങൾ സാധാരണ ഒരു മെയിൻ മെത്തേഡിനുള്ളിലാണ് ഒബ്ജക്റ്റിനെ ക്രിയേറ്റ് ചെയ്യുക. അപ്പോൾ ആ മെയിൻ മെത്തേഡിനുള്ളിൽ ഒരു ഒബ്ജക്റ്റിനെ ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ഒരു ഫംഗ്ഷൻ എക്സിക്യൂട്ട് ആകും. ആ എക്സിക്യൂട്ട് ആവുന്ന ഫംഗ്ഷനെ ആ മെത്തേഡിന് പറയുന്ന പേരാണ് കൺസ്ട്രക്ടർ. നോർമലി ഒരു കൺസ്ട്രക്ടറിന് റിട്ടേൺ ടൈപ്പ് നമ്മൾ സാധാരണ കൊടുക്കാറില്ല. ഇപ്പോൾ നിങ്ങൾക്കറിയാം, ഒരു ഫംഗ്ഷൻ എഴുതുമ്പോൾ നിങ്ങൾ റിട്ടേൺ ടൈപ്പ് എഴുതും. ഫോർ എക്സാമ്പിൾ വോയിഡ് ആഡ് ഓഫ് അല്ലെങ്കിൽ പബ്ലിക് സ്റ്റാറ്റിക് വോയിഡ് മെയിൻ, അവിടെ വോയിഡ് എന്നുള്ള റിട്ടേൺ ടൈപ്പാണ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇൻറ്റ് ആഡ് ഓഫ്, അവിടെ ഇൻറ്റ് എന്നുള്ളത് റിട്ടേൺ ടൈപ്പാണ്. അതായത് ഫംഗ്ഷൻ നെയിമിൻ്റെ തൊട്ട് മുമ്പ് എഴുതുന്ന ആ ഒരു കീവേഡ്. നിങ്ങൾ കൺസ്ട്രക്ടർ എഴുതുമ്പോൾ നോർമലി റിട്ടേൺ ടൈപ്പ് സ്പെസിഫൈ ചെയ്യില്ല. നമ്മൾ പറഞ്ഞു കൺസ്ട്രക്ടർ എന്ന് പറഞ്ഞാൽ ഒരു മെത്തേഡാണ്, ഒരു ഫംഗ്ഷനാണ്. അപ്പോൾ അതിന് നോർമലി റിട്ടേൺ ടൈപ്പ് ഉണ്ടായിരിക്കില്ല. Not even void also. This is because the implicit return type of a constructor is the class type itself. By default ആ കൺസ്ട്രക്ടർ അല്ലെങ്കിൽ ആ മെത്തേഡ് ബൈ ഡിഫോൾട്ട് അതിൻ്റെ ഇംപ്ലിസിറ്റ് റിട്ടേൺ ടൈപ്പ് എന്താണ്? ആ ക്ലാസ് തന്നെയാണ്. അപ്പം ഇത് സ്പെസിഫിക് ആയിട്ട് അത് പറയേണ്ട ആവശ്യമില്ല. മെയിൻലി ദർ ആർ ടു ടൈപ്സ് ഓഫ് കൺസ്ട്രക്ടേഴ്സ്, ഡിഫോൾട്ട് കൺസ്ട്രക്ടർ ആൻഡ് പാരാമീറ്ററൈസ്ഡ് കൺസ്ട്രക്ടർ. ഇങ്ങനെ രണ്ട് ടൈപ്പ് കൺസ്ട്രക്ടറാണ് ജാവയിൽ നോർമലി യൂസ് ചെയ്യുന്നത്. അതിൻ്റെ എക്സാമ്പിൾസ് നമുക്ക് നോക്കാം. അപ്പോൾ ഇവിടെ ഒരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. ഇതിനകത്ത് ക്ലാസ് എ ബി സി എന്നുള്ളത് ക്ലാസ് നെയിമാണ്, ഇതൊരു യൂസർ ഡിഫൈൻഡ് നെയിമാണ്. ഇതിൻ്റെ ഉള്ളിൽ നിങ്ങളൊരു മെത്തേഡ് എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഈ മെത്തേഡ് അല്ലെങ്കിൽ ഈ ഫംഗ്ഷന് ഇവിടെ ക്ലാസിൻ്റെ പേര് എ ബി സി എന്നാണ്. അതേ പേരിൽ തന്നെ നിങ്ങളൊരു മെത്തേഡ് അല്ലെങ്കിൽ ഒരു ഫംഗ്ഷൻ എഴുതുകയാണെങ്കിൽ അതിനെ കൺസ്ട്രക്ടർ എന്ന് വിളിക്കാൻ പറ്റും. ഈ ക്ലാസിൻ്റെ ഉള്ളിൽ തന്നെ ആയിരിക്കണം അത്. സോ ഇറ്റ് ഈസ് ദി ഡിഫോൾട്ട് കൺസ്ട്രക്ടർ ഓഫ് ക്ലാസ് എ. അപ്പോൾ ഇവിടെ ഈ ഒരു എക്സാമ്പിൾ നോക്കിക്കഴിഞ്ഞാൽ ക്ലാസ് ബോക്സ് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ യൂസ് ചെയ്ത ഒരു എക്സാമ്പിളാണ്. ഇതിന് 3 പ്രോപ്പർട്ടീസ് ആണുള്ളത്, അല്ലെങ്കിൽ 3 ആട്രിബ്യൂട്ട്സ് ആണുള്ളത്: വിഡ്ത്ത്, ലെങ്ത്ത്, ഹൈറ്റ്. ഇനി ഈ ക്ലാസ്സിൻ്റെ ഉള്ളിൽ നമ്മൾ ബോക്സ് എന്ന അതേ പേരില്ല, അതായത് ഈ ക്ലാസ്സിൻ്റെ അതേ പേരിലുള്ള ഒരു മെത്തേഡ് എഴുതുകയാണെങ്കിൽ ദിസ് ഈസ് കോൾഡ് എ കൺസ്ട്രക്ടർ. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു, ഒരു കൺസ്ട്രക്ടർ നോർമലി യൂസ് ചെയ്യുന്നത് ഒരു ഒബ്ജക്റ്റിനെ ഇനീഷ്യലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ ഒബ്ജക്റ്റിനെ കൺസ്ട്രക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കൺസ്ട്രക്ടർ യൂസ് ചെയ്യുക. അപ്പോൾ ഇവിടെ ഈ ഒബ്ജക്റ്റിന്, അതായത് നിങ്ങൾ ഈ ക്ലാസ് എന്നുള്ള അല്ലെങ്കിൽ ഈ ബോക്സ് എന്നുള്ള ക്ലാസ് യൂസ് ചെയ്തിട്ട് ഒരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ ഒബ്ജക്റ്റിന് ഈ 3 ആട്രിബ്യൂട്ട്സ് ആണ് ഉണ്ടായിരിക്കുക, അല്ലെങ്കിൽ ഈ 3 പ്രോപ്പർട്ടീസ് ഉണ്ടാവും: വിഡ്ത്ത്, ലെങ്ത്ത്, ഹൈറ്റ്. അപ്പോൾ ഈ 3 പ്രോപ്പർട്ടീസും ഇനീഷ്യലൈസ് ചെയ്യണം. ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഈ 3 പ്രോപ്പർട്ടീസ് ഇനീഷ്യലൈസ് ചെയ്യണം. വെറുതെ ഒരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ട് കാര്യമില്ല, അതിനെന്തെങ്കിലും വാല്യൂ സെറ്റ് ചെയ്യണം. അപ്പോൾ അത് സെറ്റ് ചെയ്യാനും വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന മെത്തേഡാണ് കൺസ്ട്രക്ടർ. സോ ഇൻ ദീസ് കേസ് നിങ്ങളൊരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുകയാണെങ്കിൽ, ഫോർ എക്സാമ്പിൾ
ബോക്സ് മൈ ബോക്സ് 1 ഈക്വൽ ടു ന്യൂ ബോക്സ് ഓഫ്. ഇതാണ് ഒബ്ജക്റ്റ് ക്രിയേഷൻ ലൈന്. അപ്പോൾ ഇവിടെ മൈ ബോക്സ് 1 എന്നുള്ള ഒരു ഒബ്ജക്റ്റാണ് ക്രിയേറ്റ് ചെയ്യുന്നത്. ഈ ഒരു ലൈന് പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ കൺട്രോൾ ഓട്ടോമാറ്റിക് ആയിട്ട് ഈ ഒരു ലൈനാണ് അല്ലെങ്കിൽ ഈ ഒരു ഫംഗ്ഷനാണ് ഇൻവോക്ക് ആവുക, ഈ ഒരു മെത്തേഡ് എക്സിക്യൂട്ട് ആവും. എന്നിട്ട് ആ ബോക്സിന് മൈ ബോക്സ് 1 എന്നുള്ള ഈ ഒരു ബോക്സ് ഒബ്ജക്റ്റിന് അതിൻ്റെ വിഡ്ത്ത് 10 എന്നുള്ള വാല്യൂ സെറ്റ് ചെയ്യും, ലെങ്ത്ത് 10 ആക്കും, ഹൈറ്റ് 10 ആക്കും. അപ്പോൾ ഇവിടെ ന്യൂ ബോക്സ് ഓഫ് എന്ന് പറഞ്ഞാൽ ഒരു ഒബ്ജക്റ്റിനെ ക്രിയേഷൻ ചെയ്യാണ് ചെയ്യുന്നത്. അത് ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് എക്സിക്യൂട്ട് ചെയ്യുന്ന മെത്തേഡാണ് ഈ ഒരു കൺസ്ട്രക്ടർ. സോ ഡിഫോൾട്ട് കൺസ്ട്രക്ടർ. When we do not explicitly define a constructor for a class, then Java creates a default constructor for the class. നിങ്ങൾ പ്രോഗ്രാമിനകത്ത് ഒരു കൺസ്ട്രക്ടറിനെ എഴുതിയിട്ടില്ല എന്ന് കരുതുക. അതായത് ക്ലാസ്സിൻ്റെ അതേ പേരിലൊരു മെത്തേഡ് നിങ്ങൾ എഴുതിയിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ജാവ കമ്പൈലർ ഓട്ടോമാറ്റിക്കായിട്ട് ഒരു കൺസ്ട്രക്ടർ അവിടെ ബാക്കെൻഡിൽ ക്രിയേറ്റ് ചെയ്യും. ആ കൺസ്ട്രക്ടറാണ് നിങ്ങൾ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ എക്സിക്യൂട്ട് ആവുക. ഇവിടെ വേറൊരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. ഒരു കംപ്ലീറ്റ് പ്രോഗ്രാമിംഗ് എക്സാമ്പിളാണ് ഈ കാണിച്ചിട്ടുള്ളത്. ഇവിടെ ലെഫ്റ്റ് സൈഡിൽ അതിൻ്റെ ക്ലാസ് ക്രിയേഷനാണ്. ബോക്സ് എന്നുള്ളൊരു ക്ലാസ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ആ ക്ലാസ്സിനകത്ത് 3 ആട്രിബ്യൂട്ട്സ് ആണ് പറഞ്ഞിട്ടുള്ളത്, ലെങ്ത്ത്, ഹൈറ്റ്, വിഡ്ത്ത്. ദെൻ അഗെയിൻ അതിനുള്ളിൽ നമ്മളൊരു കൺസ്ട്രക്ടർ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. അതായത് ക്ലാസ്സിൻ്റെ അതേ പേരിലുള്ള ഒരു മെത്തേഡ്. ഇവിടെ നോക്കി ഇതൊരു മെത്തേഡ്, ഒരു ഫംഗ്ഷനാണ്. അതിന് റിട്ടേൺ ടൈപ്പ് ഒന്നും സ്പെസിഫൈ ചെയ്യില്ല. നമ്മൾ നേരത്തെ പറഞ്ഞു കൺസ്ട്രക്ടറിന് റിട്ടേൺ ടൈപ്പ് ഉണ്ടായിരിക്കില്ല എന്നുള്ളത്. ഇനി ഇതിനുള്ളിൽ എന്താ ചെയ്തിട്ടുള്ളത്? ഇതിനുള്ളിൽ ഒരു സ്റ്റേറ്റ്മെൻറ്റ് പ്രിൻറ്റ് ചെയ്യുന്നുണ്ട്. കൺസ്ട്രക്ടർ നമ്മളൊരു മെസ്സേജ് പ്രിൻറ്റ് ചെയ്യുന്നുണ്ട്. അതിനുശേഷം ഈ 3 ആട്രിബ്യൂട്ട്സിന് വാല്യൂസ് സെറ്റ് ചെയ്യാണ് ചെയ്തിട്ടുള്ളത്. ദെൻ ഈ ഒരു കൺസ്ട്രക്ടർ കൂടാണ്ട് നമ്മൾ വോളിയം എന്നുള്ള ഒരു മെത്തേഡും ഇതിനകത്ത് എഴുതിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഈ ഒരു എക്സാമ്പിൾ ഓൾറെഡി യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അവിടെ നമ്മൾ കൺസ്ട്രക്ടർ യൂസ് ചെയ്യാണ്ടാണ് ഇത് പ്രോഗ്രാം ചെയ്തത്. അപ്പോൾ കൺസ്ട്രക്ടർ യൂസ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ കമ്പൈലർ ബൈ ഡിഫോൾട്ട് ഒരു കൺസ്ട്രക്ടർ ഓട്ടോമാറ്റിക്കായിട്ട് ക്രിയേറ്റ് ചെയ്യും. ദാറ്റ് കൺസ്ട്രക്ടർ ഈസ് കോൾഡ് ഡിഫോൾട്ട് കൺസ്ട്രക്ടർ. ഓക്കെ, അപ്പോൾ അത് പ്രോഗ്രാമർ ഒരു കൺസ്ട്രക്ടർ ക്രിയേറ്റ് ചെയ്യണം നിർബന്ധമില്ല. ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, വാല്യൂ ഇതുപോലെ വെച്ച് ഇനീഷ്യലൈസ് ചെയ്യാം. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ചെയ്ത എക്സാമ്പിളിനകത്ത് മെയിൻ ഫംഗ്ഷനുള്ളിലാണ് വാല്യൂസ്, ഈ 3 വാല്യൂസ് എല്ലാം സെറ്റ് ചെയ്തത്. അതായത് മൈ ബോക്സ് 1 ഡോട്ട് വിഡ്ത്ത് ഈക്വൽ ടു മൈ ബോക്സ് 1 ഡോട്ട് ലെങ്ത് ഈക്വൽ ടു, അങ്ങനെ 3 വാല്യൂസ് നമ്മൾ മെയിൻ ഫംഗ്ഷനുള്ളിലാണ് നമ്മൾ ഇനീഷ്യലൈസ് ചെയ്തത്. ഇവിടെ കൺസ്ട്രക്ടറിനുള്ളിലാണ് വാല്യൂസ് ഇനീഷ്യലൈസ് ചെയ്തത്. അപ്പോൾ ഇനി ഇവിടെ അങ്ങോട്ട് നിങ്ങൾ പ്രോഗ്രാം ചെയ്യുമ്പോൾ കൺസ്ട്രക്ടർ യൂസ് ചെയ്തിട്ട് ചെയ്യുകയാണ് നല്ലത്. ഇനി നമ്മളെ മെയിൻ ക്ലാസ് ഉണ്ട്. മെയിൻ ക്ലാസ്സിൻ്റെ പേര് ബോക്സ് ഡെമോ എന്നാണ്. അതിനുള്ളിൽ നമുക്കൊരു മെയിൻ ഫംഗ്ഷൻ ഉണ്ട്. ഇതിനുള്ളിൽ നമ്മൾ 2 ഒബ്ജക്റ്റാണ് ക്രിയേറ്റ് ചെയ്യുന്നത്. അതായത് ഈ ഒരു ക്ലാസ്സിൻ്റെ 2 ഒബ്ജക്റ്റാണ് ക്രിയേറ്റ് ചെയ്യുന്നത്, മൈ ബോക്സ് 1ഉം മൈ ബോക്സ് 2. അപ്പോൾ ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞു, ഈ ഒരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഈ ഒരു കൺസ്ട്രക്ടറാണ് ഓട്ടോമാറ്റിക്കായിട്ട് എക്സിക്യൂട്ട് ആവുക. അപ്പോൾ ഇവിടെ ഫസ്റ്റ് ലൈന് അല്ലെങ്കിൽ മൈ ബോക്സ് 1 എന്നുള്ള ഒരു ഒബ്ജക്റ്റിനെ ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഈ ഒരു ഫംഗ്ഷന് എക്സിക്യൂട്ട് ആവും. അപ്പോൾ ഈ ഒരു ഫംഗ്ഷൻ എക്സിക്യൂട്ട് ആകുമ്പോൾ ഫസ്റ്റ് കാണുന്ന മെസ്സേജ് എന്താണ്? കൺസ്ട്രക്ടർ എന്നുള്ള ഈ ഒരു മെസ്സേജ് അവിടെ പ്രിന്റ് ചെയ്യും. അതാണ് ഇവിടെ ഔട്ട്പുട്ട് നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും. കൺസ്ട്രക്ടർ എന്നുള്ളൊരു ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് അവിടെ വന്നിട്ടുള്ളത്. എന്നിട്ട് എന്ത് ചെയ്യും? ഈ മൈ ബോക്സ് 1ന് അതിൻ്റെ വിഡ്ത്ത് 10 ആക്കും, ലെങ്ത്ത് 10 ആക്കും, ഹൈറ്റും 10 ആകും. ഇതേപോലെ മൈ ബോക്സ് 2 എന്നുള്ള ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുമ്പോഴും ഈ ഒരു ഫംഗ്ഷൻ അല്ലെങ്കിൽ ഈ ഒരു കൺസ്ട്രക്ടറാണ് ഓട്ടോമാറ്റിക്കായിട്ട് എക്സിക്യൂട്ട് ആവുക. അപ്പോൾ സെക്കൻഡ് കൺസ്ട്രക്ടർ എന്നുള്ള മെസ്സേജ് അവിടെ വന്നു. അതിനുശേഷം ഈ 3 വാല്യൂസും മൈ ബോക്സ് 2ന് അസൈൻ ചെയ്യും. ഇനി നമ്മൾ വോളിയം എന്നുള്ള ഒരു വേരിയബിൾ ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്. ദെൻ ദാറ്റ് വോളിയം ഈക്വൽ ടു മൈ ബോക്സ് 1 ഡോട്ട് വോളിയം ഓഫ്. അപ്പോൾ ഈ ഒരു മെത്തേഡാണ് എക്സിക്യൂട്ട് ചെയ്യുന്നത്. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒരു ഒബ്ജക്റ്റ് ഓറിയന്റഡ് പ്രോഗ്രാമിനകത്ത് ഒരു മെത്തേഡ് ഇൻവോക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്ത് വേണം? ആദ്യം ഒബ്ജക്റ്റിനെ പറയണം, ദെൻ ഡോട്ട് ഓപ്പറേറ്റർ യൂസ് ചെയ്യണം, അതിനുശേഷം ആ ഒരു മെത്തേഡ് പറയണം. അപ്പോൾ ഇവിടെ വോളിയം ഓഫ് എന്നുള്ള ഈ ഒരു ഫംഗ്ഷൻ കോൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതും ഏത് ഒബ്ജക്റ്റിൻ്റെ മേലെയാണോ അത് കോൾ ചെയ്യുന്നത് ആ ഒബ്ജക്റ്റിനെ ഫസ്റ്റ് പറഞ്ഞു കൊടുക്കണം. സോ മൈ ബോക്സ് 1 ഡോട്ട് വോളിയം ഓഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൈ ബോക്സ് 1ന് ഈ 3 വാല്യൂസ് നമ്മൾ നേരത്തെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഈ 3 വാല്യൂ യൂസ് ചെയ്തിട്ട് എന്ത് ചെയ്യും? വിഡ്ത്തും ഹൈറ്റും ലെങ്ത്തും മൾട്ടിപ്ലൈ ചെയ്യും. ആ വാല്യൂ ആണ് ഇവിടുന്ന് റിട്ടേൺ ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഇവിടെ ഇൻറ്റ് എന്ന് കൊടുക്കാൻ കാരണം ഇതൊരു ഇൻറ്റിജർ വാല്യൂ ആണ് റിട്ടേൺ ചെയ്യുന്നത്. ഇവിടെ ഈ 3 വാല്യൂസും ഇൻറ്റിജർ ആണ്. സോ ഇത് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ഇൻറ്റിജർ വാല്യൂ ആണ് കിട്ടുക. ആ ഒരു ഇൻറ്റിജർ വാല്യൂ ആണ് റിട്ടേൺ ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഇവിടെ ഇൻറ്റ് റിട്ടേൺ ടൈപ്പ് കൊടുത്തത്. അപ്പോൾ ഇവിടുന്ന് റിട്ടേൺ ചെയ്യുന്ന ഈ ഒരു വാല്യൂ, മൾട്ടിപ്ലൈഡ് വാല്യൂ ഇവിടെ റിസീവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇവിടെ വോൾ എന്നുള്ളൊരു വേരിയബിൾ യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇവിടുന്ന് റിട്ടേൺ ചെയ്യുന്ന വാല്യൂ ഡയറക്റ്റ് ആയിട്ട് ഈ ഒരു വേരിയബിളിനകത്തോട്ട് അസൈൻഡ് ആകും. അതിനുശേഷം നമ്മൾ ആ വോളിയം എന്താണെന്നുള്ളത് പ്രിൻറ്റ് ചെയ്തു. അതാണ് ഇവിടെ പ്രിൻറ്റ് ചെയ്തിട്ടുള്ളത്, 1000 എന്നുള്ള വാല്യൂ പ്രിൻറ്റ് ചെയ്തിട്ടുള്ളത്. ഇതേപോലെ തന്നെ സെക്കൻഡ് ബോക്സ് ഒബ്ജക്റ്റിൻ്റെ മൈ ബോക്സ് 2ൻ്റെയും വോളിയം കാൽക്കുലേറ്റ് ചെയ്യും. അത് വോൾ എന്നുള്ള വേരിയബിൾ സെയിം വേരിയബിളിനകത്ത് തന്നെ റിസീവ് ചെയ്യും. ദെൻ ആ വാല്യൂടെ പ്രിൻറ്റ് ചെയ്തു. ഇനി അടുത്തത് പാരാമീറ്ററൈസ്ഡ് കൺസ്ട്രക്ടേഴ്സ്. നമ്മൾ ഇതുവരെ ഇപ്പോൾ പറഞ്ഞത് ഡിഫോൾട്ട് കൺസ്ട്രക്ടറാണ്. ഇനി പാരാമീറ്ററൈസ്ഡ് കൺസ്ട്രക്ടർ. പാരാമീറ്ററൈസ്ഡ് കൺസ്ട്രക്ടർ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് കൺസ്ട്രക്ടറിന് ആർഗ്യുമെൻ്റ് അല്ലെങ്കിൽ പാരാമീറ്റർ സ്പെസിഫൈ ചെയ്യാൻ പറ്റും. സോ കൺസ്ട്രക്ടേഴ്സ് വിത്ത് ആർഗ്യുമെൻറ്റ്സ് ആർ കോൾഡ് പാരാമീറ്ററൈസ്ഡ് കൺസ്ട്രക്ടേഴ്സ്.
അപ്പോൾ ഇവിടെ ഇതാണ് നമ്മുടെ കൺസ്ട്രക്ടർ. അത് നമ്മൾ 3 പാരാമീറ്ററോട് സ്പെസിഫൈ ചെയ്തിട്ടുണ്ട്. ഡബിൾ ടൈപ്പ് ആയിട്ടുള്ള വിഡ്ത്ത്, ഹൈറ്റ്, ലെങ്ത്ത്. ഇതാണ് പാരാമീറ്ററൈസ്ഡ് കൺസ്ട്രക്ടർ. ഓക്കെ, അപ്പോൾ നമ്മൾ പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ ഈ 3 വാല്യൂസ്, ഇതാണ് ആട്രിബ്യൂട്ട്സ്, ക്ലാസിൻ്റെ ഒബ്ജക്റ്റിൻ്റെ ആട്രിബ്യൂട്ട്സ് ഇതാണ്. ഈ ആട്രിബ്യൂട്ട്സിലോട്ട് എന്ത് ചെയ്യാം, വാല്യൂസ് സെറ്റ് ചെയ്യാൻ പറ്റും. ഇതിൻ്റെ ഒരു പ്രോഗ്രാം നമുക്കൊന്ന് നോക്കാം. അപ്പോൾ ഇവിടെ ഈ ഒരു പ്രോഗ്രാമിനകത്ത് ലെഫ്റ്റ് സൈഡിൽ എന്തുണ്ട്, നമ്മളെ ക്ലാസ് ഡെഫിനിഷൻ ഉണ്ട്. ക്ലാസ് ബോക്സ്, വിഡ്ത്ത്, ഹൈറ്റ്, ലെങ്ത്ത് 3 ആട്രിബ്യൂട്ടാണുള്ളത്. അത് ഡബിൾ ടൈപ്പ് ആയിട്ടാണ് ഇവിടെ ഡിഫൈൻ ചെയ്തിട്ടുള്ളത്. ദെൻ വി ഹാവ് എ കൺസ്ട്രക്ടർ ബോക്സ്. അതിനകത്ത് 3 പാരാമീറ്റർ അല്ലെങ്കിൽ 3 ആർഗ്യുമെൻ്റ് ആണ് പറഞ്ഞിട്ടുള്ളത് അല്ലേ. ഡബിൾ വിഡ്ത്ത്, ഡബിൾ ഹൈറ്റ്, ഡബിൾ ലെങ്ത്ത്. അപ്പോൾ ഇവിടെ WHL ഇങ്ങനെ 3 വേരിയബിളാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഇത് ഇവിടെ ലോക്കൽ വേരിയബിൾസ് ആണ്, ലോക്കൽ വേരിയബിളാണ്. ഈ കാണുന്ന വിഡ്ത്തും ഹൈറ്റും ലെങ്ത്തും ഇതിൻ്റെ ആട്രിബ്യൂട്ട്സ് ആണ്. അപ്പോൾ ഈ വിഡ്ത്തും ഈ ഡബ്ല്യൂയും രണ്ടും വ്യത്യാസമുണ്ട്. ഇത് ജസ്റ്റ് ഇവിടുന്ന് പാസ് ചെയ്യുന്ന വാല്യൂ റിസീവ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ലോക്കൽ വേരിയബിൾസ് ആണ്. അപ്പോൾ ഇനിയിപ്പോൾ തൽക്കാലം ഇവിടെ ഒന്ന് സ്റ്റോപ്പ് ചെയ്തിട്ട് നമുക്ക് ഈ മെയിൻ ഫംഗ്ഷൻ ഒന്ന് ഡിഫൈൻ ചെയ്യാം. അതിനുശേഷം ഇങ്ങോട്ട് വരാം. അപ്പോൾ ഇവിടെ നമുക്ക് ബോക്സ് ഡെമോ എന്നുള്ള നമ്മുടെ മെയിൻ ക്ലാസ് ഉണ്ട്. അതിൽ നമ്മൾ മെയിൻ ഫംഗ്ഷൻ ഉണ്ട്. ഈ മെയിൻ ഫംഗ്ഷനുള്ളിൽ നമ്മൾ 2 ഒബ്ജക്റ്റ് ആണ് ക്രിയേറ്റ് ചെയ്യുന്നത്, myBox1ഉം myBox2. അപ്പോൾ myBox1 എന്നുള്ള ഒബ്ജക്റ്റിനെ ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഇവിടെ നോക്കിയ ബോക്സ് ഓഫ് എന്ന് പറഞ്ഞിട്ടൊരു ബോക്സ്, ഒരു മെത്തേഡ് കോൾ ചെയ്യുകയാണ് അല്ലേ. കൺസ്ട്രക്ടർ എന്ന് പറയുമ്പോൾ ഒരു ഫംഗ്ഷൻ കോളിംഗ് ആണ്. അപ്പോൾ ഈ ഒരു ലൈൻ എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ കൺട്രോൾ നേരെ ഇങ്ങോട്ട് വരും. ഇവിടുന്ന് 3 വാല്യൂസ് ആണ് പാസ് ചെയ്യുന്നത്, 10, 20, 15. സോ ഈ ഫസ്റ്റ് ആർഗ്യുമെൻറ്റിൻ്റെ വാല്യൂ, അതായത് 10 എന്നുള്ളത് എന്ത് ചെയ്യും, ഈ ഡബ്ല്യൂയിലോട്ട് അസൈൻ ചെയ്യും. 20 എന്നുള്ളത് എച്ചിലോട്ട് അസൈൻ ചെയ്യും. 15 എന്നുള്ളത് ഈ എൽ എന്നുള്ള വേരിയബിളിനകത്തോട്ട് അസൈൻ ചെയ്യും. അപ്പോൾ ഇവിടെ 3 വേരിയബിളിനകത്ത് ഈ 3 വാല്യൂസ് കിട്ടി. അപ്പോൾ ഈ 3 വാല്യൂസ് യൂസ് ചെയ്തിട്ട് എന്ത് ചെയ്യും, ഒരു ഒബ്ജക്റ്റിനെ ക്രിയേറ്റ് ചെയ്യും. അതായത് myBox1 ക്രിയേറ്റ് ചെയ്യും. അതാണ് ഇവിടെ ചെയ്തിട്ടുള്ളത്. അതായത് myBox1 ഡോട്ട് വിഡ്ത്ത് ഈക്വൽ ടു, അപ്പോൾ ഈ വിഡ്ത്ത് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ആട്രിബ്യൂട്ടാണ്. സോ myBox1 ഡോട്ട് വിഡ്ത്ത്, അത് നിങ്ങൾ ഇങ്ങനെ ഡയറക്റ്റ് വിഡ്ത്ത് കൊടുക്കാം, അല്ലെങ്കിൽ ദീസ് എന്നുള്ള കീവേഡ് ഉണ്ട്. ആ കീവേഡ് യൂസ് ചെയ്തിട്ടും ഇവിടെ സ്പെസിഫൈ ചെയ്യാം. അത് നമുക്ക് അടുത്ത സ്ലൈഡിൽ വരുന്നുണ്ട്. സോ ഇവിടെ വിഡ്ത്ത് ഈക്വൽ ടു ഡബ്ല്യൂ എന്ന് പറഞ്ഞാൽ ഏത് ഒബ്ജക്റ്റ് ആണോ ഈ ഒരു കൺസ്ട്രക്ടർ കോൾ ചെയ്തിട്ടുള്ളത്, ദാറ്റ് ഒബ്ജക്റ്റിൻ്റെ വിഡ്ത്ത്. സോ myBox1 ഡോട്ട് വിഡ്ത്ത് ഈക്വൽ ടു ഇവിടെ റിസീവ് ചെയ്തിട്ടുള്ള വാല്യൂ, ഇവിടെ റിസീവ് ചെയ്തിട്ടുള്ള ഡബ്ല്യൂയിൽ എന്താ റിസീവ് ചെയ്തിട്ടുള്ളത്, 10 ആണ് റിസീവ് ചെയ്തിട്ടുള്ളത്. അതേപോലെ ഹൈറ്റ് ഈക്വൽ ടു ഇവിടെ റിസീവ് ചെയ്തിട്ടുള്ള 20. ദെൻ myBox1 ഡോട്ട് ലെങ്ത് ഈക്വൽ ടു ഇവിടെ റിസീവ് ചെയ്തിട്ടുള്ള 15. ഓക്കെ, ദെൻ കൺട്രോൾ ഇങ്ങോട്ട് വരും. ദെൻ അടുത്ത ലൈൻ എക്സിക്യൂട്ട് ചെയ്യും. അടുത്ത ലൈനിൽ myBox2 എന്നുള്ള ഒരു ഒബ്ജക്റ്റ് ആണ് ക്രിയേറ്റ് ചെയ്യുന്നത് വിത്ത് വാല്യൂസ് 3, 6 ആൻഡ് 2. സോ 3 വിൽ ബി അസൈൻ ടു W, 6 വിൽ ബി അസൈൻ ടു H ആൻഡ് 2 വിൽ ബി അസൈൻ ടു L. അപ്പോൾ ഇവിടെ റിസീവ് ചെയ്തിട്ടുള്ള 3, 6, 2 ഈ 3 വാല്യൂ വെച്ചിട്ട് എന്ത് ചെയ്യും, myBox2ൻ്റെ വിഡ്ത്തും ഹൈറ്റും ലെങ്ത്തും ഇവിടെ സെറ്റ് ചെയ്യും. പിന്നെ അതിനുശേഷം നമ്മൾ ഡബിൾ വോളിയം എന്ന് പറഞ്ഞൊരു വേരിയബിൾ ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്. ആ വേരിയബിൾ യൂസ് ചെയ്തിട്ട് എന്ത് ചെയ്തു, myBox1 ഡോട്ട് വോളിയം ഓഫ്, നേരത്തെ ചെയ്ത പോലെ തന്നെ അതിൻ്റെ വോളിയം കാൽക്കുലേറ്റ് ചെയ്യാൻ. അപ്പോൾ ഇവിടുന്ന് കറസ്പോണ്ടിങ് വിഡ്ത്ത് ഇൻറ്റു ഹൈറ്റ് ഇൻറ്റു ലെങ്ത് ആണ് ഇവിടുന്ന് റിട്ടേൺ ചെയ്യുക. ആ കറസ്പോണ്ടിങ് വാല്യൂസ് ഇവിടെ പ്രിൻ്റ് ചെയ്യും. എഗെയിൻ myBox2ൻ്റെ കേസിലും ഇതേ കാര്യം തന്നെ ചെയ്യും. ദെൻ ആ വോളിയം ഇവിടെ പ്രിൻ്റ് ചെയ്യും. സോ ഔട്ട്പുട്ട് വിൽ ബി 3036. അപ്പോൾ ഇതാണ് പാരാമീറ്ററൈസ്ഡ് കൺസ്ട്രക്ടർ. ഇവിടുന്ന് പാരാമീറ്റേഴ്സ് അല്ലെങ്കിൽ ആർഗ്യുമെൻറ്റ്സ് ഇവിടുന്ന് പാസ് ചെയ്യുന്നുണ്ട്. അതിവിടെ റിസീവ് ചെയ്യാനും 3 വേരിയബിൾസും എഴുതിയിട്ടുണ്ട്. ഇനി അടുത്തത് ദീസ് കീവേഡ്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ദീസ് കീവേഡ്. സാധാരണ എക്സാമിന് ചോദിക്കാറുണ്ട് ദീസ് കീവേഡിൻ്റെ പർപ്പസ് എന്താണെന്നുള്ളത്. ദീസ് കീവേഡ് യൂസ് ചെയ്യുന്നത് ഒരു കൺസ്ട്രക്ടറിൻ്റെ ഉള്ളിൽ ആ കൺസ്ട്രക്ടർ ഏത് ഒബ്ജക്റ്റ് ആണോ കോൾ ചെയ്യുന്നത് ആ ഒബ്ജക്റ്റിനെ റെഫർ ചെയ്യാനും വേണ്ടിയിട്ടാണ് ദീസ് കീവേഡ് യൂസ് ചെയ്യുക. ഏത് ഒബ്ജക്റ്റ് ആണോ ഒരു മെത്തേഡിനെ അല്ലെങ്കിൽ ഒരു കൺസ്ട്രക്ടറിനെ കോൾ ചെയ്യുന്നത് ആ ഒബ്ജക്റ്റിനെ ഒരു ക്ലാസിൻ്റെ ഉള്ളിൽ റെഫർ ചെയ്യാനും വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുക. അത് നിങ്ങൾക്ക് പ്രോഗ്രാമിംഗ് ചെയ്യുമ്പോൾ കുറച്ചും കൂടി ക്ലിയർ ആയിട്ട് മനസ്സിലാവും. തൽക്കാലം ഞാൻ ഈ 5 ഡെഫിനിഷൻസ് അല്ലെങ്കിൽ 5 യൂസേജ് ഞാൻ ജസ്റ്റ് വായിച്ചു പോകാം. ദിസ് കീവേഡ് ഈസ് എ റെഫറൻസ് ടു ദി ഒബ്ജക്റ്റ് ഓൺ വിച്ച് ദ മെത്തേഡ് വാസ് ഇൻവോക്ഡ്. ദിസ് കീവേഡ് ക്യാൻ ബി യൂസ്ഡ് ഇൻസൈഡ് എനി മെത്തേഡ് ടു റെഫർ ദി കറൻറ്റ് ഒബ്ജക്റ്റ്. അതായത് ഏത് ഒബ്ജക്റ്റ് ആണോ ആ മെത്തേഡിനെ കോൾ ചെയ്യുന്നത് ആ കറൻറ്റ് ഒബ്ജക്റ്റിനെ റെഫർ ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ആ ഒബ്ജക്റ്റിൻ്റെ പേര് വെച്ച് റെഫർ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന കീവേഡാണ് ദീസ്. അപ്പോൾ നിങ്ങൾക്ക് ആ ഒബ്ജക്റ്റിൻ്റെ പേര് പറയുന്നതിന് പകരമായിട്ട് ദീസ് എന്നുള്ള കീവേഡ് യൂസ് ചെയ്താൽ മതി. This can be used to refer current class instance variables. This can be used to invoke current class method. This can be passed as an argument in the method call. നിങ്ങൾക്ക് these എന്ന് പറഞ്ഞിട്ട് കീവേഡിനെ ആർഗ്യുമെൻ്റ് ആയിട്ട് പാസ് ചെയ്യാൻ പറ്റും. This can be passed as an argument in the constructor call. കൺസ്ട്രക്ടറിനകത്തും ഇതുപോലെ these എന്നുള്ള കീവേഡ് പാസ് ചെയ്യാൻ പറ്റും. എക്സാമ്പിൾ ചെയ്യുമ്പോൾ കുറച്ചും കൂടി ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ ഇവിടെ ഈ ഒരു എക്സാമ്പിളിനകത്ത് നമുക്ക് ബോക്സ് എന്നുള്ളൊരു ക്ലാസ് ഉണ്ട്. അതിനകത്ത് 3 ആട്രിബ്യൂട്ടാണ് ഡിഫൈൻ ചെയ്തിട്ടുള്ളത്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ
ദെൻ നമ്മുടെ മെയിൻ ക്ലാസ്സിനകത്ത് നമ്മൾ 2 ഒബ്ജക്റ്റാണ് ക്രിയേറ്റ് ചെയ്യുന്നത്. ബോക്സ് മൈ ബോക്സ് 1 ഈക്വൽ ടു ന്യൂ ബോക്സ് ഓഫ് 10, 20, 15. അപ്പോൾ ഈ 3 വാല്യൂസ് ആണ് ഇങ്ങോട്ട് പാസ് ചെയ്യുന്നത്. സോ W ഈക്വൽ ടു 10, L ഈക്വൽ ടു 20, H ഈക്വൽ ടു 15. അപ്പോൾ ഇവിടുന്ന് മൈ ബോക്സ് 1 ആണ് ഇവിടെ ഈ ഒരു കൺസ്ട്രക്ടറിനെ കോൾ ചെയ്തിട്ടുള്ളത്, അല്ലെങ്കിൽ മൈ ബോക്സ് 1നെ ക്രിയേറ്റ് ചെയ്യുമ്പോഴാണ് ഈ ഒരു കൺസ്ട്രക്ടർ എക്സിക്യൂട്ട് ആയിട്ടുള്ളത്. അപ്പോൾ ഇനി ഇതിൻ്റെ ഉള്ളിലോട്ട് വന്നു കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ തൊട്ട് മുമ്പത്തെ സ്ലൈഡിനകത്ത് യൂസ് ചെയ്തത് എന്താണ്? വിഡ്ത്ത് ഈക്വൽ ടു W, ലെങ്ത് ഈക്വൽ ടു L, ഹൈറ്റ് ഈക്വൽ ടു H എന്നാണ് യൂസ് ചെയ്തത്. അത് പ്രോഗ്രാം ഓക്കെ ആണ്, കുഴപ്പമൊന്നുമില്ല. ഇനി കുറച്ചും കൂടി ഒന്ന് ക്ലിയർ ആവാനും വേണ്ടി നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇവിടെ ദീസ് കീവേഡ് യൂസ് ചെയ്യാം. അതുകൊണ്ടാണ് ദീസ് ഡോട്ട് വിഡ്ത്ത് ഈക്വൽ ടു. ഇതിന് മീനിങ് എന്താണ്? മൈ ബോക്സ് 1 ഡോട്ട് വിഡ്ത്ത് ഈക്വൽ ടു, മൈ ബോക്സ് 1 ഡോട്ട് ലെങ്ത് ഈക്വൽ ടു, മൈ ബോക്സ് 1 ഡോട്ട് ഹൈറ്റ് ഈക്വൽ ടു. അപ്പോൾ കുറച്ചും കൂടി പ്രോഗ്രാം കുറച്ചും കൂടി മീനിങ് ഫുൾ ആക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ ദീസ് കീവേഡ് യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ ക്ലാസ്സിൻ്റെ ഉള്ളിൽ ഒരു പർട്ടിക്കുലർ ഒബ്ജക്റ്റിനെ റെഫർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ദീസ് കീവേഡ് യൂസ് ചെയ്യുക. അതായത് ഏത് ഒബ്ജക്റ്റ് ആണോ ഈ കൺസ്ട്രക്ടറിനെ കോൾ ചെയ്തത്, ദാറ്റ് ഒബ്ജക്റ്റിനെ റെഫർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ദീസ് കീവേഡ് ഇവിടെ യൂസ് ചെയ്യുക. ഇനി അതേപോലെ തന്നെ സെക്കൻഡ് ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ സെയിം മെത്തേഡ് തന്നെയാണ് ഇവിടെ കോൾ ചെയ്യുന്നത്, അല്ലെങ്കിൽ സെയിം മെത്തേഡ് തന്നെയാണ് എക്സിക്യൂട്ട് ചെയ്യുന്നത്. അപ്പോൾ ഏത് ഒബ്ജക്റ്റാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാനും വേണ്ടിയിട്ടാണ് ഇവിടെ ദീസ് കീവേഡ് യൂസ് ചെയ്യുന്നത്. ഇനി ഇൻസ്റ്റൻസ് വേരിയബിൾ ഹൈഡിങ് യൂസിങ് ദീസ് കീവേഡ്. അതായത് നിങ്ങൾക്ക് ഒരു മെത്തേഡ് ഇൻവോക്ക് ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ ഒരു കൺസ്ട്രക്ടർ കോൾ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, അവിടെ ആർഗ്യുമെൻ്റ് ആയിട്ട് നമ്മൾ പറഞ്ഞു വേരിയബിൾ നെയിം, ലോക്കൽ വേരിയബിൾസ് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ ലോക്കൽ വേരിയബിൾസ് ഇപ്പോൾ തൊട്ട് മുമ്പത്തെ കേസിൽ നമ്മൾ W, L, H അങ്ങനെ 3 ലോക്കൽ വേരിയബിളാണ് യൂസ് ചെയ്തിട്ടുള്ളത്. പക്ഷേ നമ്മളെ ക്ലാസ്സിനകത്ത് ആട്രിബ്യൂട്ടായിട്ട് നമ്മൾ ഡിഫൈൻ ചെയ്തിട്ടുള്ളത് എന്തൊക്കെയാണ്? വിഡ്ത്ത്, ഹൈറ്റ്, ലെങ്ത് അല്ലേ? അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ആ ഒരു കൺസ്ട്രക്ടറിനുള്ളിൽ ആർഗ്യുമെൻറ്റിനെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? സെയിം പേരിനെ കൊടുക്കാൻ പറ്റും. അതായത് ആട്രിബ്യൂട്ടിൻ്റെ അതേ പേരിനെ, അതായത് തൊട്ടുമ്പത്തെ കേസിൽ L, W, H ഈ 3 വേരിയബിളിന് പകരം എന്ത് ചെയ്യാം? നിങ്ങൾക്ക് ലെങ്ത് തന്നെ കൊടുക്കാം, ലെങ്ത്, വിഡ്ത്ത്, ഹൈറ്റ്. പക്ഷേ അത് അവിടെ ആ പാരാമീറ്റർ ആയിട്ട് കൊടുക്കുന്നത് അവിടെ ലോക്കൽ വേരിയബിളാണ്. മറ്റത് ക്ലാസ്സിൻ്റെ ഉള്ളിൽ കൊടുക്കുന്നത് അത് അതിൻ്റെ ആട്രിബ്യൂട്ടാണ്. അതെങ്ങനെയുള്ളത് നോക്കാം. അപ്പോൾ ഇവിടെ നമ്മൾ ഒരു ബോക്സ് എന്നുള്ള ക്ലാസ് ഉണ്ട്. അതിനകത്ത് വിഡ്ത്ത്, ലെങ്ത്, ഹൈറ്റ്, ഇവിടെ സെമികോളൻ ഉണ്ട്, മിസ്സിംഗ് ആണ്. സോ ഡബിൾ വിഡ്ത്ത് സെമികോളൻ, ഡബിൾ ലെങ്ത് സെമികോളൻ, ഡബിൾ ഹൈറ്റ് സെമികോളൻ. ഇനി ഇതിനകത്ത് നമ്മൾ പാരാമീറ്റർ ആയിട്ട്, അല്ലെങ്കിൽ കൺസ്ട്രക്ടറിന് ആർഗ്യുമെൻ്റ് ആയിട്ട്, അല്ലെങ്കിൽ പാരാമീറ്റർ ആയിട്ട്, ഫോർമൽ പാരാമീറ്റർ ആയിട്ട് ഇവിടെ 3 വേരിയബിൾ, നേരത്തെ നമ്മൾ W, H, L എന്നാണ് യൂസ് ചെയ്തത്. അതിന് പകരമായിട്ട് ഇതിൻ്റെ ആട്രിബ്യൂട്ടിന് എന്താണോ പേര്, അതേ പേര് തന്നെ ഇവിടെ യൂസ് ചെയ്യാം. ഓക്കെ, അതാണ് ലോക്കൽ വേരിയബിൾസ്. ഇനി ഇതിനുള്ളിൽ കൺസ്ട്രക്ടറിനുള്ളിൽ യൂസ് ചെയ്യുന്നത് എന്താണ്? ഇത് ഇൻസ്റ്റൻസ് വേരിയബിളാണ്. ഇൻസ്റ്റൻസ് വേരിയബിൾ എന്ന് പറഞ്ഞാൽ ഒബ്ജക്റ്റിൻ്റെ വേരിയബിൾസ് ആണ്, അല്ലെങ്കിൽ ഒബ്ജക്റ്റിൻ്റെ ആട്രിബ്യൂട്ട്സ് ആണ്. സോ ദാറ്റ് ആട്രിബ്യൂട്ട് ഈക്വൽ ടു ഇവിടെ റിസീവ് ചെയ്യുന്ന വാല്യൂ. നമ്മൾ നേരത്തെ ചെയ്ത അതേ പ്രോഗ്രാം തന്നെ, പക്ഷേ ഇവിടെ ആട്രിബ്യൂട്ട് എന്താണ്? സെയിം ഇൻസ്റ്റൻസ് വേരിയബിളിന് അതേ പേര് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. ഇതിനടുത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കൺസെപ്റ്റാണ് മെത്തേഡ് ഓവർലോഡിങ്. ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗിൽ യൂസ് ചെയ്യുന്ന വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കൺസെപ്റ്റാണ് മെത്തേഡ് ഓവർലോഡിങ്. ഇറ്റ് ഈസ് പോസിബിൾ ടു ഡിഫൈൻ 2 or more മെത്തേഡ്സ് വിത്ത് സെയിം നെയിം within the same class, but their parameter declaration should be different. This is called method overloading. അതായത് നിങ്ങൾക്ക് വേറെയുള്ള ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജും സപ്പോർട്ട് ചെയ്യാത്ത ഒരു കാര്യം ഇവിടെ ജാവ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതായത് നിങ്ങൾക്ക് ഒരു ക്ലാസ്സിൻ്റെ ഉള്ളിൽ നിങ്ങൾക്ക് മെത്തേഡ് അല്ലെങ്കിൽ ഫംഗ്ഷൻസ് എഴുതാൻ പറ്റും, നമ്മൾ മുമ്പ് പറഞ്ഞതായിരുന്നു. അപ്പോൾ അങ്ങനെ മെത്തേഡ് എഴുതുമ്പോൾ ഒരേ പേരുള്ള ഫംഗ്ഷൻസ് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? നിങ്ങൾക്ക് ഒരു ക്ലാസ്സിൻ്റെ ഉള്ളിൽ തന്നെ എഴുതാൻ പറ്റും. അപ്പോൾ അവിടെ മെത്തേഡ് ഓവർലോഡിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഫംഗ്ഷന് ആർഗ്യുമെൻറ്റിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കും ഏത് ഫംഗ്ഷൻ എക്സിക്യൂട്ട് ചെയ്യണമെന്ന് തീരുമാനിക്കുന്നത്. സോ ദിസ് ഈസ് എ ഫോം ഓഫ് പോളിമോർഫിസം. ഞങ്ങൾക്കറിയാം പോളിമോർഫിസം എന്ന് പറഞ്ഞാൽ പോളി മീൻസ് മെനി, മോർഫിസം എന്ന് പറഞ്ഞാൽ ഫോംസ്, അതായത് മെനി ഫോംസ്. അതായത് ഒരു കാര്യം തന്നെ മൾട്ടിപ്പിൾ ഫോംസിൽ എക്സിസ്റ്റ് ചെയ്യുകയാണെങ്കിൽ അതിന് പോളിമോർഫിസം എന്ന് പറയും. അപ്പോൾ ജാവയിൽ പോളിമോർഫിസം അച്ചീവ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു മെത്തേഡാണ് മെത്തേഡ് ഓവർലോഡിങ്. സോ ഓവർലോഡഡ് മെത്തേഡ് മസ്റ്റ് ഡിഫർ ഇൻ ടൈപ്പ് ആൻഡ് ഓർ നമ്പർ ഓഫ് ദെയർ പാരാമീറ്റേഴ്സ്. ഒന്നെങ്കിൽ അതിൻ്റെ ടൈപ്പ്, പാരാമീറ്ററിൻ്റെ ടൈപ്പിൽ വ്യത്യാസം വരാം. ടൈപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡാറ്റ ടൈപ്പ് ഇൻറ്റിജർ ആവാം, ഫ്ലോട്ട് ആകാം, ക്യാരക്ടർ ആകാം. അപ്പോൾ ഒന്നെങ്കിൽ ആ ടൈപ്പിൽ ഡിഫറൻസ് വരാം, അല്ലെങ്കിൽ നമ്പർ ഓഫ് ആർഗ്യുമെൻറ്റ്സിൽ ഡിഫറൻസ് വരാം. ഓക്കെ, അപ്പോൾ അത് ഏത് ഫംഗ്ഷൻ എക്സിക്യൂട്ട് ചെയ്യണമെന്ന് തീരുമാനിക്കുന്നത് ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ ദി ടൈപ്പ് ഓഫ് വേരിയബിൾ ഓർ ദി നമ്പർ ഓഫ് ആർഗ്യുമെൻറ്റ്സ്. അത് എക്സാമ്പിൾ ചെയ്യുമ്പോൾ കുറച്ചുകൂടി നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാവും.
So when an overloaded method is invoked, Java uses the type and or number of arguments to determine which version of the overloaded method to actually call. അപ്പോൾ ഇവിടെ ഈ ഒരു എക്സാമ്പിളിനകത്ത് നമുക്ക് ലെഫ്റ്റ് സൈഡിൽ നമ്മളെ ക്ലാസ് ഉണ്ട്. അതിനകത്ത് ഓവർ എന്നുള്ള ക്ലാസ് ആണ് ക്ലാസ് നെയിം. അതിനകത്ത് ടെസ്റ്റ് എന്നുള്ളൊരു ഫംഗ്ഷൻ ഉണ്ട്. ജസ്റ്റ് എംടി എന്നുള്ളൊരു മെസ്സേജാണ് അത് പ്രിൻറ്റ് ചെയ്യുന്നത്. ദെൻ വി ഹാവ് അനദർ ടെസ്റ്റ് ഫംഗ്ഷൻ. അപ്പോൾ ഇവിടെ 2 ടെസ്റ്റ് ഫംഗ്ഷൻ യൂസ് ചെയ്യുന്നുണ്ട് അല്ലേ, 2 അല്ല 3 ടെസ്റ്റ് ഫംഗ്ഷൻ യൂസ് ചെയ്യുന്നുണ്ട്. അതായത് ഒരേ പേരിലുള്ള 3 ഫംഗ്ഷൻസ് ആണ് ഇവിടെ എഴുതിയിട്ടുള്ളത്. സോ ദിസ് ഈസ് കോൾഡ് മെത്തേഡ് ഓവർലോഡിങ്. നമ്മൾ മെയിൻ ക്ലാസ്സിനകത്ത് വന്നു കഴിഞ്ഞാൽ മെയിൻ ക്ലാസ്സിൻ്റെ പേര് സാമ്പിൾ എന്നാണ്. ഇതിൽ നമ്മൾ ഈ ഓവർ ക്ലാസിൻ്റെ ഒരു ഒബ്ജക്റ്റിനെ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ഒ ബി ഈക്വൽ ടു ന്യൂ ഓവർ ഓഫ് ഒ ബി ഡോട്ട് ടെസ്റ്റ് ഓഫ്. അപ്പോൾ ഇവിടെ നിങ്ങൾക്കറിയാം ഇവിടെ 3 ഫംഗ്ഷൻസ് ആണുള്ളത്. ഈ 3 ഫംഗ്ഷനിലും ആർഗ്യുമെൻറ്റ്സ് ഡിഫറെൻ്റ് ആണ്. ഇതിനകത്ത് എം ടി ആർഗ്യുമെൻ്റ് ആണ്, ആർഗ്യുമെൻറ്റ്സ് ഒന്നുമില്ല. ഇതിനകത്ത് ഒരു ആർഗ്യുമെൻറ്റ് കൊടുത്തിട്ടുണ്ട്, ആ ആർഗ്യുമെൻറ്റ് ഇൻറ്റിജർ ടൈപ്പാണ്. ഇതിനകത്ത് 2 ആർഗ്യുമെൻറ്റ് കൊടുത്തിട്ടുണ്ട്, ആ 2 ആർഗ്യുമെൻറ്റും ഇൻറ്റിജർ ടൈപ്പാണ്. അപ്പോൾ ഇവിടെ ഫസ്റ്റ് ലൈൻ എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ ഒ ബി ഡോട്ട് ടെസ്റ്റ് ഓഫ് എന്നുള്ള ഫംഗ്ഷൻ എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ ഇതിനകത്ത് ഈ ഒരു ഫംഗ്ഷനാണ് എക്സിക്യൂട്ട് ആവുക. കാരണം ഇതിനകത്ത് ആർഗ്യുമെൻ്റ് ഒന്നുമില്ല. സോ ഈ ഒരു ഫംഗ്ഷന് എക്സിക്യൂട്ട് ആവും. സോ ഔട്ട്പുട്ട് വിൽ ബി എം ടി. സെക്കൻഡ് കേസിൽ ഒരു ഇൻറ്റിജർ ആർഗ്യുമെൻറ്റ് അല്ലെങ്കിൽ ഇൻറ്റിജർ വാല്യൂ ആണ് കൊടുത്തിട്ടുള്ളത്. സോ ഈ ഒരു ഫംഗ്ഷനാണ് എക്സിക്യൂട്ട് ആവുക. ഓക്കെ, സോ ദ ഔട്ട്പുട്ട് വിൽ ബി എ ഈക്വൽ ടു 10. തേർഡ് കേസിൽ ഒ ബി ഡോട്ട് ടെസ്റ്റ് ഓഫ് 2,5. ഓക്കെ, അപ്പോൾ ഈ ഒരു ഫംഗ്ഷനാണ് എക്സിക്യൂട്ട് ആവുക. ഈ ഒരു ഫംഗ്ഷൻ എക്സിക്യൂട്ട് ആകുമ്പോൾ എ ഈക്വൽ ടു 2, ബി ഈക്വൽ ടു 5 ഈ 2 മെസ്സേജാണ് അവിടെ പ്രിൻ്റ് ആവുക. ഇനി അടുത്തത് ഓവർലോഡിങ് ത്രൂ ഓട്ടോമാറ്റിക് ടൈപ്പ് കൺവേർഷൻസ്. അതായത് നിങ്ങൾ ടൈപ്പ് സ്പെസിഫൈ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ വേറെ ഡിഫറെൻറ്റ് ടൈപ്പിൽ നിങ്ങൾ ഒരു മെത്തേഡ് എഴുതുകയാണെങ്കിൽ, ഇപ്പോൾ ഈ ഒരു എക്സാമ്പിളിനകത്ത് ഇവിടെ 2 ടെസ്റ്റ് ഫംഗ്ഷനാണ് എഴുതിയിട്ടുള്ളത്. ഫസ്റ്റിനകത്ത് എം ടി ആർഗ്യുമെൻ്റ് ആണ്, സെക്കൻഡ് കേസിൽ ഡബിൾ ടൈപ്പ് ആയിട്ടുള്ള ഒരു ആർഗ്യുമെൻ്റ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഇനി പക്ഷേ നിങ്ങളുടെ മെയിൻ ക്ലാസ്സിനകത്ത് ഒ ബി ഡോട്ട് ടെസ്റ്റ് ഓഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ പ്രശ്നങ്ങളൊന്നുമില്ല. കാരണം ഈ ഒരു ഫംഗ്ഷനാണ് എക്സിക്യൂട്ട് ആവുക. ആർഗ്യുമെൻ്റ് ഒന്നും ഇല്ലാത്തൊരു ഫംഗ്ഷൻ ഇതാണ്. അപ്പോൾ ഇത് എക്സിക്യൂട്ട് ആവും. സോ ഔട്ട്പുട്ട് വിൽ ബി എം ടി. സെക്കൻഡ് കേസിൽ ഒ ബി ഡോട്ട് ടെസ്റ്റ് ഓഫ് 10 ഇവിടെ ഇൻറ്റിജർ വാല്യൂ ആണ് കൊടുത്തിട്ടുള്ളത്. പക്ഷേ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇൻറ്റിജർ ടൈപ്പ് വാല്യൂ ആയിട്ടുള്ള ഒരു ഫംഗ്ഷനും ഇല്ല. ഒന്ന് എം ടി ആണ്, സെക്കൻഡ് കേസിൽ ഡബിൾ വാല്യൂ ആണ്, ഇൻറ്റിജർ വാല്യൂ ആർഗ്യുമെൻറ്റ് വരുന്ന ഒരു ടെസ്റ്റ് ഫംഗ്ഷൻ ഇല്ല. അപ്പോൾ അങ്ങനത്തെ കേസിൽ ഓട്ടോമാറ്റിക്കായിട്ട് ഈ ഒരു ഫംഗ്ഷനാണ് എക്സിക്യൂട്ട് ആവുക. ഈ ഒരു ഫംഗ്ഷന് എക്സിക്യൂട്ട് ആവും. അതായത് ഇവിടെ ഈ ഒരു ഇൻറ്റിജറിനെ ഡബിൾ ആക്കിയിട്ട് കൺവേർട്ട് ചെയ്തിട്ട് എന്ത് ചെയ്യും, ഈ ഒരു ഫംഗ്ഷന് എക്സിക്യൂട്ട് ആവും. ദെൻ തേർഡ് കേസിൽ ബൈ ഡിഫോൾട്ട് ഡബിൾ ടൈപ്പ് ആയിട്ടുള്ള ഈ ഒരു ഫംഗ്ഷന് എക്സിക്യൂട്ട് ആവും. സോ ഇൻ ദിസ് എക്സാമ്പിൾ വെൻ ടെസ്റ്റ് ഓഫ് ഈസ് കോൾഡ് വിത്ത് ആൻ ഇൻറ്റിജർ ആർഗ്യുമെൻറ്റ് ഇൻസൈഡ് overload, no matching method is found with its an argument. However, Java can automatically convert an integer into double and this conversion can be used to resolve the call. അപ്പോൾ അവിടെ ഇൻറ്റിജറിന് എന്ത് ചെയ്തു, ഡബിളിലോട്ട് കൺവേർട്ട് ചെയ്തിട്ട് ആ കറസ്പോണ്ടിങ് മെത്തേഡ് ഇൻവോക്ക് ആയി. ദെൻ ഓവർലോഡിങ് കൺസ്ട്രക്ടേഴ്സ്. ഇത് എക്സാമിന് ചിലപ്പം ക്വസ്റ്റ്യൻ ചോദിക്കുക, കൺസ്ട്രക്ടർ ഓവർലോഡിങ്, വാട്ട് ഈസ് കൺസ്ട്രക്ടർ ഓവർലോഡിങ്, ഗീവ് ആൻ എക്സാമ്പിൾ, അങ്ങനെ ആയിരിക്കും ക്വസ്റ്റ്യൻ ചോദിക്കുക. അല്ലെങ്കിൽ ഓവർലോഡിങ് കൺസ്ട്രക്ടേഴ്സ് അങ്ങനെ ആവും ചോദിക്കാം. 2 രീതിയിലും ചോദിക്കാം. So constructors can be overloaded because a class can have any number of constructors, one default constructor, many parameterized constructors. നിങ്ങൾക്ക് കൺസ്ട്രക്ടർ നേരത്തെ നമ്മൾ മെത്തേഡിൻ്റെ കേസാണ് പറഞ്ഞത്. ഇവിടെ നിങ്ങൾക്ക് കൺസ്ട്രക്ടർ എന്ത് ചെയ്യാൻ പറ്റും, ഓവർലോഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇവിടെ ABC ഓഫ് എന്ന് പറഞ്ഞാൽ അതായത് ക്ലാസിൻ്റെ അതേ പേരിലുള്ള ഒരു മെത്തേഡാണ് ഇവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. ഈ ഒരു കേസിൽ ക്ലാസിൻ്റെ അതേ പേരിലുള്ള വേറൊരു കൺസ്ട്രക്ടറാണ്, പക്ഷേ ആർഗ്യുമെൻ്റ് ഉണ്ട്, ഇൻറ്റിജർ ആർഗ്യുമെൻ്റ് ഉണ്ട്. ഈ ഒരു കേസിൽ ക്ലാസിൻ്റെ അതേ പേരിലുള്ള വേറൊരു കൺസ്ട്രക്ടറാണ്, പക്ഷേ 2 ആർഗ്യുമെൻ്റാണ്, ഒന്ന് ഇൻറ്റിജറാണ്, ഒന്ന് ഫ്ലോട്ടിംഗ് പോയിൻ്റ് ആണ്. അപ്പോൾ അതിൻ്റെ എക്സാമ്പിളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഇവിടെ ബോക്സ് ആണ് ക്ലാസിൻ്റെ പേര്, ഇതൊരു കൺസ്ട്രക്ടറാണ്, അവിടെ നമുക്ക് 3 ആർഗ്യുമെൻ്റ് ആണുള്ളത്. ദിസ് ഈസ് അനദർ കൺസ്ട്രക്ടർ, എം ടി ആർഗ്യുമെൻ്റ് ആണ്. ഓക്കെ, അപ്പോൾ ഇവിടെ ഈ ഒരു കേസിൽ നോക്കിക്കഴിഞ്ഞാൽ മൈ ബോക്സ് 1 എന്നുള്ള ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ എന്താണ്, ആർഗ്യുമെൻ്റ് ഒന്നും ഇല്ലാത്തൊരു കൺസ്ട്രക്ടർ ഏതാണോ അതാണ് എക്സിക്യൂട്ട് ചെയ്യുക. അതായത് ഈ ഒരു കൺസ്ട്രക്ടറാണ് ഇവിടെ എക്സിക്യൂട്ട് ആവുക. അതേപോലെ തന്നെ മൈ ബോക്സ് 2 ക്രിയേറ്റ് ചെയ്യുമ്പോൾ 3 വാല്യൂസ് ആണ് പാസ് ചെയ്യുന്നത്. സോ ഈ ഒരു കൺസ്ട്രക്ടർ എക്സിക്യൂട്ട് ആവും. അപ്പോൾ മൈ ബോക്സ് 1ൻ്റെ വാല്യൂസ് എന്തായിരിക്കും, 0, 0 എന്നായിരിക്കും. മൈ ബോക്സ് 2ൻ്റെ വാല്യൂസ് എന്തായിരിക്കും, 3, 6, 2. ഓക്കെ, അതാണ് ഇവിടെ ഔട്ട്പുട്ട് കാണിച്ചിട്ടുള്ളത്. ഈ ഒരു കേസിൽ പ്രോഗ്രാം നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ബോക്സ് എന്നുള്ള ക്ലാസ് ഉണ്ട്. അതിൽ ബോക്സ് ഓഫ് ഒരു പാരാമീറ്ററൈസ്ഡ് കൺസ്ട്രക്ടറാണ് നമുക്ക് ഇതിനകത്തുള്ളത്. ഇനി ഇവിടെ നമ്മൾ എന്താ ചെയ്തിട്ടുള്ളത്, ഇവിടെ ഒരു ഒബ്ജക്റ്റിനെ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്, എം ടി ആർഗ്യുമെൻ്റ് ആയിട്ടുള്ള ഒബ്ജക്റ്റാണ് ക്രിയേറ്റ് ചെയ്യുന്നത്.
അപ്പോൾ ഈ ഒരു ലൈൻ എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ ഈ ക്ലാസ്സിനകത്ത് എങ്ങനെ എം ടി ആർഗ്യുമെൻ്റ് ആയിട്ടുള്ള ഒരു ഡിഫോൾട്ട് കൺസ്ട്രക്ടർ ഉണ്ടോ എന്ന് നോക്കും. അപ്പോൾ ഇതിനകത്ത് അങ്ങനെ ഒരു കൺസ്ട്രക്ടർ ഇല്ല. അപ്പോൾ എന്ത് ചെയ്യും? ഇത് എറർ കാണിക്കും. ഈ ഒരു ലൈനിൽ അത് എറർ കാണിക്കും. സെക്കൻഡ് കേസിൽ പ്രശ്നമില്ല. ഇനി ഈ ഒരു കേസിലാണെങ്കിൽ സപ്പോസ് നിങ്ങൾ കൺസ്ട്രക്ടർ ഒന്നും എഴുതിയിട്ടില്ല എന്നുണ്ടെങ്കിൽ അവിടെ പ്രശ്നങ്ങളൊന്നുമില്ല. അവിടെ ഈ ഒരു ഒബ്ജക്റ്റിനെ ക്രിയേറ്റ് ചെയ്യും. ഈ ഒരു കേസിൽ ജാവ കമ്പൈലർ ഒരു ഡിഫോൾട്ട് കൺസ്ട്രക്ടർ അവിടെ ഫോം ചെയ്യും. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ചെയ്തതൊക്കെ ഈ ഒരു മെത്തേഡാണ്. കൺസ്ട്രക്ടർ ഇല്ലാണ്ടാണ് നമ്മൾ എന്ത് ചെയ്തത്? ഒബ്ജക്റ്റിനെ ക്രിയേറ്റ് ചെയ്തത്. അപ്പോൾ ഈ ഒരു കേസിൽ അവിടെ ഡിഫോൾട്ട് കൺസ്ട്രക്ടർ ജാവ കമ്പൈലർ ക്രിയേറ്റ് ചെയ്യും. സോ യൂസിങ് ഒബ്ജക്ട്സ് ആസ് പാരാമീറ്റേഴ്സ്. അപ്പോൾ ഇതുവരെ നമ്മൾ പറഞ്ഞത് ആർഗ്യുമെൻ്റ് ആയിട്ട് അല്ലെങ്കിൽ പാരാമീറ്റർ ആയിട്ട് ഇൻറ്റിജർ അല്ലെങ്കിൽ ഫ്ലോട്ടിംഗ് പോയിന്റ് വാല്യൂസ് ആണ് നമ്മൾ പാസ് ചെയ്തത്. നിങ്ങൾക്ക് ഇവിടെ അതിന് പകരമായിട്ട് ഒബ്ജക്റ്റിനെ തന്നെ പാസ് ചെയ്യാൻ പറ്റും. അതിന് പറയുന്ന പേരാണ് കോൾ ബൈ റെഫറൻസ്. നിങ്ങൾ സി പ്രോഗ്രാമിനകത്ത് പോയിന്ററിൻ്റെ കൺസെപ്റ്റ് പറഞ്ഞു അല്ലേ? അപ്പോൾ അവിടെ കോൾ ബൈ റെഫറൻസ് എന്നാൽ അല്ലെങ്കിൽ കോൾ ബൈ അഡ്രസ്സ് പോയിന്റർ യൂസ് ചെയ്തിട്ട് പാസ് ചെയ്യുകയാണെങ്കിൽ അതിന് കോൾ ബൈ അഡ്രസ്സ് അല്ലെങ്കിൽ കോൾ ബൈ റെഫറൻസ് എന്ന് പറയും. ഇവിടെ ഒബ്ജക്റ്റ് യൂസ് ചെയ്തിട്ട് ഒരു ഫംഗ്ഷനകത്തോട്ട് ഒബ്ജക്റ്റിനെ പാസ് ചെയ്യുകയാണെങ്കിൽ, ഒരു മെത്തേഡിനകത്ത് ഒബ്ജക്റ്റിനെ പാസ് ചെയ്യുകയാണെങ്കിൽ അതിന് കോൾ ബൈ റെഫറൻസ് എന്നാണ് പറയാം. അപ്പോൾ ഇവിടെ ഈ ഒരു കേസ് നോക്കിക്കഴിഞ്ഞാൽ ലെഫ്റ്റ് സൈഡിൽ നമ്മുടെ ക്ലാസ് ഉണ്ട്. അതിൽ ഒരു ബൂളിയൻ റിട്ടേൺ ടൈപ്പ് ആയിട്ടുള്ള ഈക്വൽസ് എന്നുള്ളൊരു ഫംഗ്ഷൻ ഉണ്ട്. ഈക്വൽസ് എന്നുള്ളൊരു ഫംഗ്ഷന് ആർഗ്യുമെൻ്റ് ആയിട്ട് ഈ ക്ലാസിൻ്റെ അതേ ഒരു ഒബ്ജക്റ്റാണ് ആർഗ്യുമെൻ്റ് ആയിട്ട് ഇവിടെ വരുന്നത്, റിസീവ് ചെയ്യാൻ വേണ്ടി വരുന്നത്. അപ്പോൾ നമുക്കിവിടെ മെയിൻ ക്ലാസ്സിനകത്ത് പാസ് ഒ ബി എന്ന് പറഞ്ഞ ഒരു ക്ലാസ്സാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇതിനുള്ളിൽ ടെസ്റ്റ് ഒ ബി 1 ന്യൂ ടെസ്റ്റ് ഓഫ് 122 2 ആർഗ്യുമെൻ്റാണ് പാസ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ഒരു ഒ ബി 1 ഈ ഒരു കൺസ്ട്രക്ടർ എക്സിക്യൂട്ട് ആവും. അപ്പോൾ ഒ ബി 1 എന്നൊരു ഒബ്ജക്റ്റിനെ ക്രിയേറ്റ് ചെയ്തു. അതേപോലെ ഒ ബി 2 എന്നുള്ളൊരു ഒബ്ജക്റ്റിനെ ക്രിയേറ്റ് ചെയ്തു. 122 എന്നുള്ള പേരുള്ള അല്ലെങ്കിൽ വാല്യൂസ് വരുന്ന ഒരു ഒബ്ജക്റ്റിനെ ക്രിയേറ്റ് ചെയ്തു. സോ ഒ ബി 1ഉം ഒ ബി 2 ഉണ്ട്, 2 ഒബ്ജക്റ്റ് ആയിട്ട്. അതിൻ്റെ ആട്രിബ്യൂട്ട് എയും ബിയും ആണ്. എക്കകത്ത് 122 ആണ്. ഇനി നമ്മൾ മൂന്നാമതൊരു ഒബ്ജക്റ്റിനെ ക്രിയേറ്റ് ചെയ്യാണ്, ഒ ബി 3. സോ ഒ ബി 3 ഈക്വൽ ടു ന്യൂ ടെസ്റ്റ് ഓഫ് -1 -1. അപ്പോൾ എഗെയിൻ ഈ ഒരു കൺസ്ട്രക്ടറാണ് എക്സിക്യൂട്ട് ചെയ്യുക. ആ ഒ ബി 3യുടെ വാല്യൂസ് എന്തൊക്കെയാണ്? എയും ബിയും -1ഉം -1ഉം ആണ്. ഇനി നമ്മൾ ഒ ബി 1 ഡോട്ട് ഈക്വൽസ് ഓഫ് ഒ ബി 2, അതായത് ഇവിടെ ഒ ബി 1 എന്നുള്ള ഒബ്ജക്റ്റിൻ്റെ ഈക്വൽസ് എന്നുള്ള മെത്തേഡാണ് എക്സിക്യൂട്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു ഫംഗ്ഷൻ റിട്ടേൺ ചെയ്യുന്നത് ഒരു ബൂലിയൻ വാല്യൂ ആണ്. ഒന്നുകിൽ ട്രൂ റിട്ടേൺ ചെയ്യും അല്ലെങ്കിൽ ഫാൾസ് റിട്ടേൺ ചെയ്യും. സോ ഈ ഒരു മെത്തേഡ് എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ ഇവിടുന്ന് ആർഗ്യുമെൻ്റ് ആയിട്ട് ഒരു ഒബ്ജക്റ്റിനെയാണ് പാസ് ചെയ്യുന്നത് അല്ലേ? ഒ ബി 2നെയാണ് പാസ് ചെയ്യുന്നത്. സോ ഒ ബി 2ഉം ഒ ബി 1ഉം ഈക്വൽ ആണോ എന്ന് ചെക്ക് ചെയ്ത് നോക്കുകയാണ്. അതാണ് ഈ ഫംഗ്ഷൻ ചെയ്യുന്നത്. അതായത് ഒ ബി 1ൻ്റെ എ എന്നുള്ള വാല്യൂവും അതുപോലെ ഒ ബി 1ൻ്റെ ബി എന്നുള്ള വാല്യൂവും ഇവിടെ ഈ ഒ ആയിട്ട് സെയിം ആണോ നോക്കണം. ഒ ആയിട്ട് ഇവിടെ എന്താണ് വരുന്നത്? ഒ ബി 2 ആണ് വരുന്നത്. സോ ഒ ബി 1 ഡോട്ട് എ ഈക്വൽസ് ഒ ബി 2 ഡോട്ട് എ. അതേപോലെ ഒ ബി 1 ഡോട്ട് ബി ഈക്വൽസ് ഒ ബി 2 ഡോട്ട് ബി. അത് ഈക്വൽ ടു ആണെങ്കിൽ ട്രൂ റിട്ടേൺ ചെയ്യും. സോ ഫസ്റ്റ് കേസിൽ അത് ഈക്വൽ ടു ആണ് അല്ല, ഈ 2 വാല്യൂസും ഈക്വൽ ടു ആണ്. സോ ഇറ്റ് വിൽ റിട്ടേൺ ട്രൂ. സെക്കൻഡ് കേസിൽ എന്താണ്? -1 ആണ് സെക്കൻഡ് കേസിൽ ഒ ബി 3യുടെ വാല്യൂ. ഒ ബി 1ൻ്റെത് 122 ആണ്. സോ ഇറ്റ് വിൽ റിട്ടേൺ ഫാൾസ്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഒരു ഒബ്ജക്റ്റ് അല്ലെങ്കിൽ ആർഗ്യുമെൻ്റ് ആയിട്ട് ഒരു ഒബ്ജക്റ്റിനെ പാസ് ചെയ്യാം. ഇനി ഇതേ കേസിൽ നിങ്ങൾക്ക് ഇവിടെ കുറച്ചും കൂടി ഒന്ന് ക്ലാരിറ്റി വരുത്താൻ വേണ്ടി ദിസ് കീവേഡ് യൂസ് ചെയ്യാം. നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ. സോ ഒ ബി 1 ഡോട്ട് ഈക്വൽസ് ഓഫ് ഒ ബി 2 എന്ന് പറഞ്ഞാൽ ഏത് ഒബ്ജക്റ്റ് ആണോ ഈ ഒരു മെത്തേഡിനെ ഇൻവോക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ഒ ബി 1 ആണ് ഇതിനെ ഇൻവോക്ക് ചെയ്യുന്നത്. സോ ഒ ഡോട്ട് എ, ഒ എന്ന് പറഞ്ഞാൽ ഇവിടെ ഏതാ വരുന്നത്? ഒ എന്ന് പറഞ്ഞാൽ ഒ ബി 2 ആണ്. സോ ഒ ബി 2 ഡോട്ട് എ ഈക്വൽസ് ഒ ബി 1 ഡോട്ട് എ. അതുപോലെ തന്നെ ഒ ബി 2 ഡോട്ട് ബി ഈക്വൽസ് ഒ ബി 1 ഡോട്ട് ബി. അങ്ങനെ കമ്പാരിസൺ നടത്തും. അതായത് ദീസ് കീവേഡ് യൂസ് ചെയ്തിട്ടും നിങ്ങൾക്ക് ഇത് ചെയ്യാൻ പറ്റും. സോ ഹിയർ പ്രിമിറ്റീവ് ടൈപ്സ് ലൈക്ക് ഇൻറ്റിജർ, ക്യാർ, ഡബിൾ എക്സെട്ര ആർ പാസ്ഡ് ബൈ വാല്യൂ. അതിന് പറയുന്ന പേരാണ് പാസ് ബൈ വാല്യൂ. നിങ്ങളൊരു ഫംഗ്ഷനകത്തോട്ട് ഇതുപോലുള്ള വാല്യൂസ് ടൈപ്പായിട്ടുള്ള വാല്യൂസ് പാസ് ചെയ്യുകയാണെങ്കിൽ അതിനെ പാസ് ബൈ വാല്യൂ എന്ന് പറയും. ഒരു ഒബ്ജക്റ്റിനെ നിങ്ങളൊരു മെത്തേഡിനകത്തോട്ട് അല്ലെങ്കിൽ ഫംഗ്ഷനകത്തോട്ട് പാസ് ചെയ്യുകയാണെങ്കിൽ അതിനെ പാസ് ബൈ റെഫറൻസ് എന്നും പറയും. അപ്പോൾ ഇതാണ് ഇത് തമ്മിലുള്ള ഡിഫറൻസ്. അപ്പോൾ നമുക്ക് ഈ ഒരു വീഡിയോ നമുക്ക് തൽക്കാലം ഇവിടെ കൺസെപ്റ്റിൻ്റെ വീഡിയോ തൽക്കാലം ഇവിടെ സ്റ്റോപ്പ് ചെയ്യാം. ഓക്കെ, അടുത്ത വീഡിയോയിൽ നമുക്ക് ഇതിൻ്റെ കുറച്ചും കൂടി അഡ്വാൻസ് ലെവലിലുള്ള പ്രോഗ്രാമിംഗ് ചെയ്ത് നോക്കാം. ഓക്കെ, താങ്ക് യു.